നമസ്കാരം, ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തെ ദുരിതത്തിലാക്കിയതായി കർണാടക വനം വകുപ്പ് മന്ത്രി ഈശ്വർ ഖാണ്ഡ്രെ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആരോപിച്ചത്. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പൂങ്കാവ് പള്ളിയിലെ വിശുദ്ധവാര തീർത്ഥാടനത്തിനോടനുബന്ധിച്ചുള്ള ഓശാന തിരുനാൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടത്തി. ആയിരക്കണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. പുറക്കാട് സജീവന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മൗനം ആപൽക്കരമാണെന്ന് ഭാരതീയ മുക്കുവർ ഗോത്ര മഹാസഭ ആരോപിച്ചു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഗോത്ര മഹാസഭ ഭാരവാഹി ഈ ആരോപണം ഉന്നയിച്ചത്. വാർത്തകൾ വിശദമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തെ ദുരിതത്തിലാക്കിയതായി കർണാടക വനം വകുപ്പ് മന്ത്രി ഈശ്വർ ഖാണ്ഡ്രെ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. Kerala people are suffering. You see, law and order has collapsed. Lot of scams happened. Gold smuggling scam and other many law and order issues. Not only that, if you see, drug menace has also increased under Lieutenant government in Kerala. There is no new employment generation, no investments. Farmers are not getting their due. MSP is not being implemented. Once upon a time, Kerala was seen as a pioneer in education and health. Education sector is also suffering. It has got weakened. Health sector is also suffering because of the misrule and because of nepotism, corruption. മോദി സർക്കാരിന്റെ കീഴിൽ 12 വർഷമായി രാജ്യവും ഇടതുഭരണത്തിന്റെ കീഴിൽ 10 വർഷമായി കേരളവും ദുരിതമനുഭവിക്കുകയാണെന്ന് കർണാടക വനം വകുപ്പ് മന്ത്രിയും ആലപ്പുഴ ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള AICC നിരീക്ഷകനുമായ ഈശ്വർ ഖാണ്ഡ്രെ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചത്. രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വർഗീയമായി വിഭജിക്കുകയാണിപ്പോൾ മോദി സർക്കാർ ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷൻ, ED, ഇൻകം ടാക്സ്, CBI എന്നീ കേന്ദ്ര ഏജൻസികളെ സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണ്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നവർക്കെതിരെ ഈ ഏജൻസികളെ ഉപയോഗിച്ച് കള്ളക്കേസുകൾ എടുക്കുന്നു. രാജ്യത്ത് ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുകയും സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും ചെയ്യുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ കേരളം ഏറെ മുൻപന്തിയിലായിരുന്നു. എന്നാൽ 10 വർഷത്തെ ഇടതുഭരണത്തിന്റെ കീഴിൽ കേരളം ഏറെ പിന്നോട്ടു പോയി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും തമ്മിൽ ധാരണയായിട്ടുണ്ട്. എന്നാൽ 3/2 ഭൂരിപക്ഷം നേടി കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തും. 120 സീറ്റിൽ കുറയാത്ത സീറ്റ് കോൺഗ്രസിൽ ലഭിക്കും. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഗ്യാരണ്ടികളെല്ലാം കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കി. UDF അധികാരത്തിലെത്തിയാൽ ഇവ കേരളത്തിലും നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ്, പ്രഫുൽ പട്ടേൽ, ഷഫീഖ് ഖാൻ, സന്ദീപ് എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പൂങ്കാവ് പള്ളിയിലെ വിശുദ്ധവാര തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഓശാന തിരുനാൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ പൂങ്കാവ് പള്ളിയിലെ വിശുദ്ധവാര തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള ഓശാന തിരുനാൾ ആയിരങ്ങളെ സാക്ഷിയാക്കി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. പൂങ്കാവ് MIHS ഓഡിറ്റോറിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രദർശനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പള്ളി വികാരി ഫാദർ സേവ്യർ ചിറമേൽ, ഫാദർ ജിബിൻ സേവ്യർ, ഫാദർ ഡിറ്റോ ഫ്രാൻസിസ്, ഫാദർ ആന്റണി കാച്ചാംകോട് എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. പുറക്കാട് സജീവന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മൗനം ആപൽക്കരമാണെന്ന് ഭാരതീയ മുക്കുവർ ഗോത്ര മഹാസഭ ആരോപിച്ചു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുക്കുവർ മഹാസഭ ഭാരവാഹികൾ ഇക്കാര്യം ഉന്നയിച്ചത്. സമരസമിതി കരിമണൽ കൊള്ളക്കെതിരെ നടത്തിയിരുന്ന സമരസമിതിയുടെ അപര്യാപ്തത, പോരായ്മക്ക് ഒരു പരിഹാരമായിരുന്നു സജീവന്റെ കടന്നുവരവ്. ഇത് കരിമണൽ മാഫിയയെ ഒട്ടൊന്നുമല്ല പ്രകോപിപ്പിച്ചത്. തുടർന്ന് സജീവനെ വകവരുത്തി എന്നാണ്
എല്ലാവരും വിചാരിക്കുന്നത്. വകവരുത്തി എന്ന് നമ്മൾ പറയുമ്പോൾ അതിനൊരു തെളിവ് ചോദിക്കാം. അതിന് മറുപടിയായി പറയാനുള്ളത്, സജീവനെ പോലെ തന്നെ സജീവനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന വേറൊരു സമര പ്രവർത്തകനെ രണ്ട് സമുന്നതരായ നേതാക്കൾ മുറിയിൽ പൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തുകയും നീ ഈ വഴിയാണ് തുടരുന്നതെങ്കിൽ. മത്സ്യത്തൊഴിലാളിയും കരിമണൽ ഖനന വിരുദ്ധ സമിതി പ്രവർത്തകനുമായിരുന്ന പുറക്കാട് സ്വദേശി സജീവന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും യാതൊരു അന്വേഷണം നടത്താത്തതും സജീവന് വേണ്ടി ആരും ശബ്ദിക്കാത്തതും കൊടിയ നീതികേടും ആപൽക്കരമെന്നും അഖില ഭാരതീയ മുക്കുവർ ഗോത്ര മഹാസഭ വർക്കിംഗ് പ്രസിഡന്റ് സ്വാമി ബാലകൃഷ്ണനാഥ് ആരോപിച്ചു. ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചത്. കരിമണൽ ഖനനത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത വ്യക്തിത്വത്തിനുടമയായിരുന്നു സജീവനെന്നും, എന്നാൽ അദ്ദേഹത്തിന്റെ തിരോധാനം നടന്ന് 2 വർഷം പിന്നിട്ടിട്ടും സജീവൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ പോലും അധികൃതരോ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരോ തയ്യാറായില്ല എന്നത് ഖേദകരമാണെന്നും സജീവന്റെ തിരോധാനത്തെ സംബന്ധിച്ച് സത്യസന്ധമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സ്വാമി ബാലകൃഷ്ണനാഥ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞായറാഴ്ച രാത്രിയുണ്ടായ അപ്രതീക്ഷിതമായ കാറ്റിനും മഴയിലും മരം കടപുഴകി വീട് പൂർണ്ണമായും തകർന്നു. ആലപ്പുഴ നെഹ്റു ട്രോഫി വാർഡിലായിരുന്നു സംഭവം. ഞായറാഴ്ച രാത്രിയുണ്ടായ അപ്രതീക്ഷിതമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീട് പൂർണ്ണമായും തകർന്നു. പൊന്നമട നെഹ്റു ട്രോഫി വാർഡിൽ കമ്പനിച്ചിറയിൽ കുഞ്ഞുമോന്റെ വീടാണ് അപ്രതീക്ഷിതമായുണ്ടായ കാറ്റിൽപ്പെട്ട് മരം മറിഞ്ഞ് തകർന്നത്. മരം കടപുഴകി വീടിന് മുകളിൽ പതിക്കുന്ന സമയത്ത് കുഞ്ഞുമോനും ഭാര്യയും വീടിനുള്ളിലുണ്ടായിരുന്നു. മരം കടപുഴകി വീടിലേക്ക് വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ട കുഞ്ഞുമോൻ ഭാര്യയെ ഉടൻ വീടിന് പുറത്തേക്ക് വലിച്ചിറക്കിയത് വലിയ ദുരന്തം ഒഴിവാക്കി. കയറിക്കിടക്കാൻ കഴിയാത്ത വിധം തകർന്ന വീടുള്ള ഇവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കി നൽകണമെന്നതാണ് കുഞ്ഞുമോനും ഭാര്യയും സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തെ ദുരിതത്തിലാക്കിയതായി കർണാടക വനം വകുപ്പ് മന്ത്രി ഈശ്വർ ഖാൻഡ്രെ ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആരോപിച്ചത്. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പൂങ്കാവ് പള്ളിയിലെ വിശുദ്ധവാര തീർത്ഥാടനത്തിനോടനുബന്ധിച്ചുള്ള ഓശാന തിരുനാൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടത്തി. ആയിരക്കണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. പുറക്കാട് സജീവന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മൗനം ആപൽക്കരമാണെന്ന് ഭാരതീയ മുക്കുവർ ഗോത്ര മഹാസഭ ആരോപിച്ചു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഗോത്ര മഹാസഭ ഭാരവാഹി ഈ ആരോപണം ഉന്നയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.